morning, Miss. Good morning. Good morning, Miss. Good morning. Good morning, ma'am. Good morning. Okay, പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ. Yes, ma'am. പ്രതീക്ഷിച്ചു അല്ലെ നമ്മള് അവധി കിട്ടുമെന്ന്. Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മള് ക്വാളിറ്റി മാനേജ്മെന്റ് ഫോർമുലാസ് ആണ് നമ്മള് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തേർഡ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത് എന്ന് പറയോ? 6% of inflation. 6th point. സിക്സ്ത് നമ്മൾ എടുക്കണോ? അങ്ങനെയാണോ? എടുത്തതാണ് മാം. 59 വരെ കംപ്ലീറ്റ് ആയി. എല്ലാ ഇതിലും എടുക്കുന്നതുകൊണ്ടേ എവിടേക്കാണ് എടുത്തത് ഒരു ഫോർമുലാസ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് 7th തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർമുലാസ് നിർബന്ധമായിട്ടും പഠിക്കണം. പറഞ്ഞു തരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ നാവിന്റെ ഫുൾ ഫോം JCI, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസുകളില്ലേ, ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, നിർബന്ധമായും ഫോർമുലാസ് നമ്മൾ പഠിച്ചിരിക്കാം. ഇനി 7th വൺ നോക്കാം. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ഇവിടെ പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺപ്ലാൻഡ്, പ്ലാൻ ചെയ്യാതെ അല്ലെ, ആസൂത്രണം ചെയ്യാതെ വരുന്ന തിരിച്ചുവരവ്, അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. Unplanned return to the OT is defined as any secondary procedure needed for a complications that result directly from the index operations during the same admission. Example, post-operative bleeding, debridement, secondary suturing, embolectomy, evaluation under anesthesia, etc. ഇവിടെ പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രണം ചെയ്യാതെ, പ്ലാൻ ചെയ്യാതെ വരുന്ന തിരിച്ചുവരവാണ്. അതെങ്ങനെയൊക്കെ വരുന്നുണ്ട്? ഇപ്പൊ ഒരു രോഗിയും ഓപ്പറേഷന് വിധേയമായി കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോ എന്തിലേക്ക് കൊണ്ടുവരും? ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരും അല്ലെ? ചിലപ്പോ എക്സാമ്പിൾ പറയുന്നുണ്ട് അവിടെ. എന്താണ്? ഈ ബ്ലീഡിങ് ഉണ്ടാവാം. ഡീബ്രീഡിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഹെൽത്തി ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ, അതിനെയാണ് നമ്മൾ ഡീബ്രീഡിമെന്റ് എന്ന് പറയുന്നത്. അൺഹെൽത്തി ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പൊ അവിടെ എന്തുണ്ടാവാം? ബ്ലീഡിങ് ഉണ്ടാവാം. അതുപോലെ തന്നെ സ്വിച്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവില് സ്റ്റിച്ച് പൊട്ടാം, അല്ലെങ്കിൽ പഴുപ്പ് ഉണ്ടാവാം, അങ്ങനെ സംഭവിക്കാം. എംബോലക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് വെസൽസില് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുമ്പോ അത് നീക്കം ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് എംബോലക്ടമി എന്ന് പറയുന്നത്. മനസ്സിലായോ? ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോ അത് നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോ സ്റ്റിച്ച് പൊട്ടാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾക്ക് എവിടേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അനസ്തീഷ്യ അല്ലെ, അനസ്തീഷ്യ കൊടുക്കുമ്പോ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഇതിനൊക്കെ എന്താണ്? നമ്മുടെ പ്ലാൻ ചെയ്യാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. സ്റ്റിച്ച് പൊട്ടാം, പഴുപ്പുണ്ടാവാം, ബ്ലീഡിംഗ് ഒക്കെ സംഭവിക്കുമ്പോ പിന്നെയും നമ്മള് രോഗികളെ എവിടേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോ പ്ലാൻ ചെയ്യാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഫോർമുല. നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT divided by
number of patients who underwent surgeries in the OT into 100. ഇവിടെ പറയുന്നത് എന്താണ്? number of unplanned return to OT. Okay, എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം എത്ര എണ്ണമാണ് ഇങ്ങനെ സ്റ്റിച്ച് പൊട്ടുകയോ മുറിവുണ്ടാവുകയോ പഴുപ്പ് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ കൊണ്ടുവരുന്നത്, പ്ലാൻ ചെയ്യാതെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ പിന്നെ എന്താണ്? number of patients who underwent surgeries in the OT. സർജറിക്ക് വിധേയമായവരുടെ എണ്ണം, എത്ര പേരാണോ സർജറിക്ക് വിധേയമായത് അതില് പിന്നെയും നമ്മൾ പ്ലാൻ ചെയ്യാതെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ എണ്ണമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെ? ക്ലിയർ ആയോ? അപ്പോ സർജറിക്ക് വിധേയമായവരുടെ എണ്ണം into 100. ഓക്കെ, ഒന്നുകൂടി ഫോർമുല പറയാം. number of unplanned return to OT divided by number of patients who underwent surgeries in OT into 100. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ സർജറിക്ക് വിധേയമായവരുടെ എണ്ണം into 100. ക്ലിയർ ആയ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. 8th one നോക്കാം ട്ടോ. Percentage of surgeries were the organization's procedure to prevent adverse events like wrong site, wrong patient and wrong surgeries have been adhered to. ഇവിടെ പറയുന്നത് നമ്മളിപ്പോ ഒരു സർജറിക്ക് ഒരു പേഷ്യൻസിനെ വിധേയമാക്കുമ്പോൾ ചിലപ്പോ മാറിപ്പോവാ അല്ലെ? അങ്ങനെയൊക്കെ നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പത്രവാർത്തകളൊക്കെ ഇല്ലേ? റൈറ്റ് ഹാൻഡിൽ ചെയ്യേണ്ട സർജറി ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്തു, അല്ലെങ്കിൽ ലെഫ്റ്റ് ലെഗിൽ ചെയ്യേണ്ട സർജറി റൈറ്റ് ലെഗിൽ ചെയ്തു, അല്ലെങ്കിൽ ആളുകൾ മാറിപ്പോയിട്ടുണ്ട് ഇല്ലേ? ചില പേഷ്യൻസിനെയും എന്ത് ചെയ്യാം, മാറിപ്പോവാ അല്ലെ? ഓക്കെ, അങ്ങനെ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ റോങ് ആയിട്ട് ചെയ്തിരിക്കുന്ന സർജറീസിന്റെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, സർജറി ഇങ്ങനെ മാറിപ്പോവാം നമ്മള്. ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഓക്കെ, സർജറി ചെയ്യുമ്പോ അങ്ങനെ മാറിപ്പോവാം. ചിലപ്പോ റൈറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യാം, ലെഫ്റ്റ് ലെഗിൽ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡിൽ ചെയ്യാം. ചില പേഷ്യൻസിന് മാറിപ്പോവാം അല്ലെ? ചിലപ്പോ ഒരു ദിവസം കുറച്ച് പേഷ്യൻസ് സർജറിയുമായിട്ട് വിധേയമായിട്ടുണ്ടെങ്കിൽ, സർജറി ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചിലപ്പോ ആ പേഷ്യൻസിനൊക്കെ മാറിപ്പോവാം, അനസ്തേഷ്യ കൊടുക്കുന്നത് മാറിപ്പോവാം. അങ്ങനെ കുറച്ച് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോ അങ്ങനെ റോങ് ആയിട്ട് സർജറി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മാറിപ്പോകുന്നതിന്റെ പെർസെന്റേജ് ആണ് 8th വണ്ണിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഫോർമുലയാണ് 8th വണ്ണിൽ പറയുന്നത്. എന്താണ് പറയുന്നത് അതിന്റെ ഫോർമുല? നമുക്ക് നോക്കാം. number of surgeries for the procedure was as followed divided by number of surgeries performed into 100. ഇവിടെ പറയുന്നത് എന്താണ്? number of surgeries were the procedure was as followed. എന്താണ്? ഈ തെറ്റായ പ്രൊസീജിയറിൽ കൂടി നടത്തിയിട്ടുള്ള സർജറികളുടെ എണ്ണം. ഓക്കെ, തെറ്റായിട്ടുള്ള പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു, ലെഫ്റ്റ് ലെഗിൽ ചെയ്യേണ്ടത് റൈറ്റ് ലെഗിൽ ചെയ്യാം, ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡിൽ ചെയ്യാം അല്ലെ? മാറിപ്പോവാം. അപ്പൊ എന്താണ്? തെറ്റായ പ്രൊസീജിയറിൽ കൂടി നടത്തിയ സർജറീസിന്റെ എണ്ണം എത്രയാണ്? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്. എത്ര സർജറികളാണ് അന്ന് പെർഫോം ചെയ്തിരിക്കുന്നത്, അതിനകത്ത് എത്ര എണ്ണം തെറ്റായ പ്രൊസീജിയറിൽ കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ അത് into 100 ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റേറ്റ് കിട്ടും. മനസ്സിലായോ? number of surgeries for the procedure was as followed. തെറ്റായ പ്രൊസീജിയറിൽ കൂടി ചെയ്തിരിക്കുന്ന സർജറികളുടെ എണ്ണം, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ number of surgeries performed. എത്ര സർജറീസ് പെർഫോം ചെയ്തിട്ടുണ്ട് അതേ into 100. ഓക്കെ, രണ്ട് ഫോർമുലാസ് ഒന്ന് വായിച്ചു നോക്കിയേ. 7th one and 8th one കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.
ഓക്കെ, ക്ലിയർ ആണോ രണ്ട് കാര്യങ്ങളും? ഇനി നെക്സ്റ്റ് ആണ് 9th വൺ, പെർസെന്റേജ് ഓഫ് എ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാല്? ബ്ലഡ് ബാങ്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അങ്ങനെ ഡൊണേറ്റ് ചെയ്യുമ്പോ എന്താണ് റിയാക്ഷൻസ് വരാം അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ഷൻസ് വരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അറിയാൻ പറ്റോ? അനുയോജ്യമല്ലാത്തത് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ അല്ലെ? അനുയോജ്യമല്ലാത്തത് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെയാണ് ഇങ്ങനെ റിയാക്ഷൻസ് സംഭവിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല് ഡോണറിൽ നിന്ന് റെസിപ്പിയൻ ബോഡിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെ നമ്മള് എന്താണ് അനുയോജ്യമല്ലാത്ത ബ്ലഡുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ റിയാക്ഷൻസ് സംഭവിക്കുന്നുണ്ട് അല്ലെ? അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഹോസ്റ്റൈൽ റിയാക്ഷൻ ടു ദ transfusion of blood or blood component should be considered as transfusion reactions. It may range from a mild allergic reaction, including chill triggers, to life-threatening complications such as Rayleigh and graft versus host diseases. അപ്പോൾ നമ്മൾ പറഞ്ഞു അനുയോജ്യമല്ലാത്ത ബ്ലഡുകള് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിലോ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെയാണ് ഇങ്ങനെയുള്ള റിയാക്ഷനുകൾ സംഭവിക്കുന്നത്. അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അനുയോജ്യമല്ലാത്തത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ചിൽ റിഗോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ് ആദ്യം ഇങ്ങനെ നമ്മള് തണുത്ത് വിറച്ച്, പിന്നെ ഒരു പനി വരാം, വിറച്ച് വിറയലോട് കൂടിയിട്ടുള്ള പനി സംഭവിക്കാം. അല്ലെങ്കിൽ എന്താണ് ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം അല്ലെ? ചാലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം. അതിന്റെ ഫുൾ ഫോം ട്രാൻസ്ഫ്യൂഷൻ related acute acute lung injury, transfusion related acute lung injury. ഓക്കെ, എന്താണ് ഇപ്പൊ ചാലി എന്ന് പറഞ്ഞാല്? ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലങ്സിൽ പെട്ടെന്ന് വരുന്ന ഇഞ്ചുറിയാണ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി എന്ന് പറഞ്ഞാല്. ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലങ്ങില് പെട്ടെന്ന് വരുന്ന ഇഞ്ചുറിനെയാണ് നമ്മൾ ട്രാലി എന്ന് പറയുന്നത്. ഓക്കെ, ലങ്സിൽ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ, അതിനെയാണ് ട്രാലി എന്ന് പറയുന്നത്. കിട്ടിയോ? ലങ്സിൽ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ. അതുപോലെ തന്നെ എന്താണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ്, GVHD. ഓക്കെ, അങ്ങനെയും ഷോർട്ട് ഫോമിൽ പറയാൻ പറ്റും. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് അതെന്താണ്? നിങ്ങൾ ഈ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോ അവിടെ എന്താണ് മറ്റൊരാളുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ സ്റ്റെം സെൽസ് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഇതിലേക്ക് വെക്കുന്നത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ശരീരം മറ്റൊരാളുടെ ആണെന്ന് കരുതി, അവർക്കറിയാൻ പറ്റുമല്ലോ, ശരീരത്തിന് അറിയാൻ പറ്റും നമ്മുടെ എല്ലാം മറ്റൊരാളുടെ ആണെന്ന് അല്ലെ? അപ്പൊ മറ്റൊരാളുടെ അല്ലാത്ത നമ്മുടെ അല്ലെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരീരം അതിനെതിരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് എന്ന് പറയുന്നത്, GVHD. ഓക്കെ, മറ്റൊരാളുടെ കയ്യിൽ നിന്നും സ്റ്റെം സെൽസുകൾ സ്വീകരിക്കുമ്പോ അത് നമ്മുടെ അല്ലാത്തതെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ ശരീരം അറ്റാക്ക് ചെയ്യുന്നു.
ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്ഫ്യൂഷനുകൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ പെർസെന്റേജ്, അതിന്റെ ഫോർമുലയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് അതിന്റെ ഫോർമുല? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് divided by number of units transferred into 100. Okay, എത്ര റിയാക്ഷൻസ് നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്ര എണ്ണമാണ് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ളത്? ഓക്കെ, അതാണ് ഫസ്റ്റ് പറയുന്നത്. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, എത്ര എണ്ണത്തിന് ഇങ്ങനെ റിയാക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പറുകള്, അതിന്റെ ആകെ തുക അതേ ഇൻറ്റു 100. ഓക്കെ, എത്ര എണ്ണത്തിന് റിയാക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ട്രാൻസ്ഫർ ചെയ്തതില് എത്ര എണ്ണത്തിന് റിയാക്ഷൻസ് സംഭവിച്ചു. ഓക്കെ, അതാണ് അവിടെ ആ ഫോർമുലയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ എന്താണ് റിയാക്ഷൻസ് ഉണ്ടാകണമെന്നില്ല. അനുയോജ്യമല്ലാത്തത് നമ്മുടെ ശരീരത്തില് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അല്ലെ. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഫോർമുല. കിട്ടിയോ ഫോർമുല? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU? എന്താണ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാല്? മോർട്ടാലിറ്റി മരണനിരക്ക് അല്ലേ. ഓക്കെ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ദ പെർസീവ്ഡ് ഓർ ആക്ച്വൽ മോർട്ടാലിറ്റി. ആക്ച്വൽ അല്ലെങ്കിൽ പെർസീവ്ഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അല്ലെ, യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ എന്താണ് ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി. ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷിക്കാവുന്ന, പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള അല്ലെ, പ്രതീക്ഷിക്കാവുന്ന മോർട്ടാലിറ്റി ഫോർ ദ സ്പെസിഫിക് ടൈം പീരീഡ്. അപ്പൊ ആക്ച്വൽ ആയിട്ട് ആക്ച്വൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ICUലൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അല്ലെ, ICUല് സീരിയസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, സീരിയസ് ആണ് അല്ലെ, ചിലപ്പോ മരണപ്പെടാം എന്നുള്ളത്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാവുന്നത്, ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷിക്കാവുന്നത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിലോ, വെന്റിലേറ്റർ എക്യുപ്മെന്റ്സ് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവന്റെ തുടിപ്പ് പേഷ്യൻസിൽ നിന്ന് പോകാം എന്നുള്ളത് ഡോക്ടർ പറയുന്നുണ്ടാവും അല്ലെ. നമ്മൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലെ, പ്രതീക്ഷിക്കുന്ന അല്ലെ. അപ്പോ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ എന്താണ് വെന്റിലേറ്റർ എക്യുപ്മെന്റ്സ് അവരിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മരണം സംഭവിക്കാം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ പ്രെഡിക്റ്റഡ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡെത്ത് അല്ലെ, പ്രെഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU ഇൻറ്റു 100. ഓക്കെ, മനസ്സിലായോ? ആക്ച്വൽ ഡെത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ പ്രെഡിക്റ്റഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇൻറ്റു 100. കിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് വരുന്നോ? ആക്ച്വൽ ഡെത്ത് ICUന്റെ അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. ICUല് സീരിയസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ്. പ്രെഡിക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പേഷ്യൻസ് ആണ്. ഓക്കെ, രണ്ട് ഫോർമുലാസ് ഒന്ന് വായിക്കാം കേട്ടോ. 9 and 10. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ ആണോ രണ്ട് ഫോർമുലാസും? ഓക്കെ, ഇനി ആ പേജില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് ഒന്ന് പറയാം. ഫസ്റ്റ് വൺ നമ്മൾ എടുത്ത ഫസ്റ്റ് വൺ 7th വൺ കേട്ടോ. 7th വൺ പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു 40. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു 40. ഇനി 9th വൺ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. Percentage of transfusion reaction. 10th one, standardized mortality ratio for ICU. Standardized mortality ratio for ICU. മൂന്നെണ്ണമാണ് ആ പേജിൽ പറഞ്ഞത് കേട്ടോ. 7th one, 9th one, 10th one. ഇനി നെക്സ്റ്റ് നോക്കാം. 11th വൺ കേട്ടോ. ഈ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ്? നമ്പർ നോട്ട് ചെയ്തോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours with a similar presenting complaints. അപ്പോ ഇവിടെ പറയുന്നത് നമ്മള് എന്ത് അസുഖം ഉണ്ടെങ്കിലും സീരിയസ് ആയിട്ട് നമ്മൾ വരുമ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടായിരിക്കും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് അല്ലെ? അങ്ങനെ അപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താണ് തിരിച്ചു വരുന്ന പേഷ്യൻസ് 72 മണിക്കൂറിനുള്ളില് ആ സെയിം കംപ്ലൈന്റ്സ് ആയിട്ട് തിരിച്ചു വരുന്ന പേഷ്യൻസിന്റെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് 72 മണിക്കൂറിനുള്ളിൽ സെയിം കംപ്ലൈന്റ് തന്നെയായിട്ട് തിരിച്ചു വരുന്ന പേഷ്യൻസിന്റെ റേറ്റ്. അതാണ് എനിക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഒരു വ്യക്തിക്ക് എന്താണ് അടിവയറ് വേദന, വയറ്റിൽ ഭയങ്കര വേദനയായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവന്നു. അപ്പോ കൊണ്ടുവന്നപ്പോ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവന്നു അല്ലെ? അവിടെ കൊണ്ടുവന്നപ്പോ എന്ത് ചെയ്തു? ഒന്ന് എന്താണ് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ പരിശോധിച്ചു. അങ്ങനെ എന്താണ് മരുന്നൊക്കെ കൊടുത്തു. വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. ഓക്കെ, രാത്രി ആയപ്പോ എന്താണ്, അല്ലെങ്കിൽ രാത്രിയാണ് കൊണ്ടുവന്നത്. അപ്പൊ എന്താണ് ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവും. വീട്ടിലേക്കൊന്ന് വയറുവേദനയ്ക്ക് കുറഞ്ഞപ്പോ തിരിച്ചു വിട്ടു. പിന്നെ വീട്ടിലേക്ക് പോയി. പിന്നെയും കഠിനമായ വേദന, കുറച്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോ കഠിനമായ വേദന വന്നു. പിന്നെ എവിടേക്ക് കൊണ്ടുവരും? എവിടേക്ക് കൊണ്ടുവരാം? കാഷ്വാലിറ്റിയിലോട്ട് നമ്മൾ കൊണ്ടുവരും അല്ലെ? തിരികെ കൊണ്ടുവരും ആ ഹോസ്പിറ്റലിലോട്ട് തന്നെ. അപ്പൊ എന്താണ് 72 മണിക്കൂറിനുള്ളിലാണ് ആ സെയിം വേദനയായിട്ട് തന്നെ അല്ലെ? വയറുവേദനയായിട്ട് തന്നെയാണ് 72 മണിക്കൂറിനുള്ളിലാണ് ആ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അതിന്റെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി വിത്തിൻ 72 hours with similar presenting complaints divided by number of patients who have come to the emergency into 100. അപ്പൊ എന്താ പറയുന്നത്? 72 മണിക്കൂറിനുള്ളില് ആ സിമിലർ കംപ്ലൈന്റ്സ്, സെയിം വയറുവേദനയായിട്ട് കൊണ്ടുവന്നല്ലേ, സെയിം കംപ്ലൈന്റ്സ് ആയിട്ട് കൊണ്ടുവന്ന പേഷ്യൻസിന്റെ എണ്ണം. ഓക്കെ, എത്ര പേരാണോ അങ്ങനെ വന്നത് അവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഹാവ് കം ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്ര പേര് വന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ എണ്ണം into 100. മനസ്സിലായോ? ആ ദിവസം അല്ലെങ്കിൽ എന്താണ് എത്ര പേരാണോ വന്നിരിക്കുന്നത് അതിലെ സെയിം കംപ്ലൈന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ സെയിം രോഗമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ എണ്ണം, അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. 12ാമത്തെ നോക്കാം കേട്ടോ. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ, ബെഡ് സ്കോർ per 1000 patient days. ഓക്കെ, 1000 patient days കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇൻസിഡന്റ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഡ്മിറ്റ് ആയി കിടക്കുമ്പോ പ്രഷർ അൾസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ അൾസേഴ്സ് എന്താണ്? എന്തായിരിക്കും? വ്രണങ്ങൾ കേട്ടോ. അൾസേഴ്സ് എന്ന് പറഞ്ഞാല് വ്രണങ്ങൾ കേട്ടോ. പൊട്ടുന്നത്. ഓക്കെ, വ്രണങ്ങൾ സംഭവിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. A pressure ulcers is a localized injury to the skin. അല്ലെ, സ്കിന്നിൽ വരുന്ന ഒരു ലോക്കലൈസ്ഡ് ഇഞ്ചുറി ആണ് പ്രഷർ അൾസേഴ്സ് എന്ന് പറയുന്നത്. പൊട്ടുന്നത്, സ്കിന്നൊക്കെ ഇങ്ങനെ കിടപ്പോട് കൂടി കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അവരുടെ പുറം ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ പൊട്ടാല്ലേ. ചിലവരൊക്കെ അപ്പൊ എന്ത് ചെയ്യും, മറ്റേ വാട്ടർ ബെഡിലൊക്കെ കിടത്തും, പുറമൊക്കെ ഇങ്ങനെ അല്ലെ, അമ്മമാരൊക്കെ ഇങ്ങനെ കുറെ നാളിങ്ങനെ കിടക്കുമ്പോ ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടവരുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വ്രണങ്ങൾ പൊട്ടാം അല്ലെ, സംഭവിക്കാം. ഇനി എന്താണ്, ഒരു ലോക്കലൈസ്ഡ് ഇഞ്ചുറീസ് ആണ്. ഇനി എന്താണ്, ഓർ അണ്ടർലൈനിങ് ടിഷ്യൂ നോർമലി ഓവർ എ ബോണി പ്രോമിനൻസ് ആസ് എ റിസൾട്ട് ഓഫ് എ പ്രഷർ. എന്താണ്, ഇങ്ങനെ എല്ലുകൾ, ചിലപ്പോ എല്ലുകൾ കുറെ ഇങ്ങനെ പ്രഷർ ചെയ്ത് കിടക്കുന്നത് കൊണ്ടാവാം, നമ്മുടെ പുറത്തൊക്കെ എല്ലുകള് നല്ല രീതിയിൽ പ്രഷർ കൊടുക്കുന്നത് കൊണ്ടാവാം അങ്ങനെ വ്രണങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ്, പ്രഷർ ഓഫ് കൺസോൾട്ടേഷൻ വിത്ത് ഷിയർ ഓൺ ആൻഡ് ഓർ ഫ്രിക്ഷൻ. ഈ ഷിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ട് മുറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് എന്താണ്, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഉരയുന്നത് കൊണ്ടായിരിക്കും. എന്തെങ്കിലും ബെഡിന്റെ കവറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കിടന്ന് കിടപ്പായത് കൊണ്ട് തന്നെ അതൊക്കെ കൊണ്ട് ഇങ്ങനെ ഉരയുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വ്രണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ഫോർമുലയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫോർമുല നോക്കാം. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ ഓർ worsening of pressure ulcer divided by total number of patients days into 1000. ഓക്കെ, ആ രണ്ട് സ്ലാഷ് വന്നിരിക്കുന്നത്, ഫസ്റ്റ് സ്ലാഷ് എന്താണ്, ഓർ എന്നാണ് കേട്ടോ. അവിടെ എഴുതി വെക്കാം, ഫോർമുല നമ്മൾ നോക്കുമ്പോ ഡൗട്ട് വരുന്നത്. അവിടെ എന്താ പറയുന്നത്, നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ ഓർ worsening of pressure ulcers, പിന്നെയാണ് ഡിവൈഡ് വരുന്നത് കേട്ടോ. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡേയ്സ് ഇൻറ്റു 1000. ഇവിടെ പറയുന്നത് എന്താണ്, ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പേഷ്യൻസില് പുതിയതായിട്ട് പ്രഷർ അൾസേഴ്സ് ഉണ്ടായവര്, അതാണ് പറയുന്നത് ന്യൂ ഡെവലപ്പ് അല്ലെ. ഡെവലപ്പ് ന്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ, ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പേഷ്യൻസില് പുതിയതായിട്ട് പ്രഷർ അൾസേഴ്സ് വ്രണങ്ങൾ ഉണ്ടായിട്ടുള്ള പേഷ്യൻസ്. അല്ലെങ്കിൽ എന്താണ്, worsening ഓഫ് പ്രഷർ അൾസേഴ്സ്. worsening എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായ, അല്ലെങ്കിൽ എന്താണ്, ഓൾറെഡി ഉണ്ടായിട്ട് എത്ര പേർക്ക് അത് മോശമായിട്ടുണ്ട്. ചിലപ്പോ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് എന്താണ്, ഇങ്ങനെ പൊട്ടൽ സംഭവിക്കാം. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ വന്നപ്പോ അത് എത്ര പേർക്ക് കൂടുതൽ മോശമായിട്ടുണ്ട്, അവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡേയ്സ്. ഓക്കെ, എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ്, അവരുടെ എണ്ണം ഇൻറ്റു 1000 പേഷ്യന്റ് ഡേയ്സിൽ സംഭവിക്കുന്നതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1000 എന്ന് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഒന്നുകൂടിയും പറയാം. എന്താണ്, ഹോസ്പിറ്റലില് വന്നിട്ടുള്ള പേഷ്യൻസിൽ പുതിയതായിട്ട് എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ worsening ഓഫ് പ്രഷർ അൾസേഴ്സ്. ഓൾറെഡി ഉണ്ടായിട്ട് എത്ര പേർക്ക് അത് മോശമായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്, അതേ ഡിവൈഡഡ് ബൈ എത്ര പേരാണ് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്, പേഷ്യൻസ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് എത്ര പേരാണെന്നുള്ളത് ഇൻറ്റു 1000. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. 11, 12 ഒന്ന് വായിച്ചു നോക്കിയേ.
Next നോക്കാം 13th one കേട്ടോ. Catheter associated urinary tract infection rate. എന്താണ് urinary tract infection എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എന്താണ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിന് ചിലപ്പോ എന്താണ് യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാം? catheter അല്ലെ, ഒരു പ്ലാസ്റ്റിക് ടൈനി ട്യൂബ് അവിടെ പ്ലേസ് ചെയ്യും അല്ലെ. യൂറിൻ പോവാനായിട്ട് ട്യൂബ് ഇട്ട് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പന്മാർക്കും അമ്മമാർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് മൂത്രം പോവാനായിട്ട് അല്ലെ, യൂറിൻ പോവാനായിട്ട് നമ്മൾ അങ്ങനെയുള്ള catheter നമ്മൾ അവിടെ ട്യൂബ് ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ചിലവർക്ക് അങ്ങനെ ട്യൂബ് ഇടുമ്പോൾ ചിലവർക്ക് ഇൻഫെക്ഷൻ സംഭവിക്കാറുണ്ട്. അവിടെ റേറ്റ് ആണ് ഈ ഫോർമുലയില് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുലയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് നോക്കാം, ഫോർമുല നോക്കാം. നമ്പർ ഓഫ് യൂറിനറി catheter associated UTIs, urinary tract infections in a month divided by number of urinary catheter days in that month into 1000. Okay, ഒന്നുകൂടി പറയാം. Number of urinary catheter associated UTIs in a month എന്ന് പറയുന്നത് ഒരു മാസത്തില് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള പേഷ്യൻസിന്റെ ആകെ എണ്ണം. ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂറിനറി catheter days in that month. ഒരു മാസത്തില് എത്ര പേർക്കാണ് ഇങ്ങനെയുള്ള ഈ യൂറിനറി catheter ഉപയോഗിച്ചിരിക്കുന്നത്? എല്ലാവർക്കും ഇങ്ങനെ ട്യൂബ് ഇട്ട് കൊടുക്കുമ്പോ ഇൻഫെക്ഷൻസ് വരണമെന്നില്ല അല്ലെ. അപ്പൊ എത്ര പേർക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്? അവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 1000. ഓക്കെ, 1000 പേഷ്യന്റ് ഡേയ്സിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് 1000 ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 1000 എണ്ണത്തിൽ അല്ലെ എത്ര പേർക്ക് ഇത് ട്യൂബ് ഇട്ട് കൊടുത്തപ്പോൾ എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, എത്ര പേർക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും വരണമെന്നില്ല. ക്ലിയർ ആയോ? ഇനി എന്താണ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഓക്കെ, ഫോർമുല നോക്കാം. നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് divided by number of ventilated days in that month into 1000. ഓക്കെ, ഇവിടെ എന്താണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് അല്ലെ ചിലർക്ക് ന്യൂമോണിയ വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചിലവർക്ക് എന്താണ് എല്ലാവർക്കും വരണമെന്നില്ല, ഏതാനും ചിലർക്കൊക്കെ വരുള്ളൂ അല്ലെ ന്യൂമോണിയാസ്. ഓക്കെ, അങ്ങനെയുള്ള റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? number of ventilator associated pneumonia in a month. എന്താണ് ഒരു മാസത്തില് വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂമോണിയ എത്ര പേർക്ക് വന്നിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ number of ventilator days in that month. ഇനി എത്ര പേരാണ് ആ വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ. എല്ലാവർക്കും വരണമെന്നില്ല, എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ട്, ആ ഉപയോഗിച്ചവരിൽ എത്ര പേർക്ക് വന്നു, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എത്ര പേരാണ് ഈ വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ടുള്ളത് ഇൻറ്റു 1000. ക്ലിയർ ആയോ? രണ്ട് ഫോർമുലാസും catheter associated urinary tract infection റേറ്റും അതുപോലെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. വായിച്ചു നോക്കാം കേട്ടോ, വായിച്ചു നോക്കാം രണ്ട് ഫോർമുലാസ്.
Okay. Next ആണ് 15th one. Central line associated blood streams infection rate. എന്താണ് ബ്ലഡ് സ്ട്രീംസ് അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ അറിയോ എന്താണെന്നുള്ളത്? സെൻട്രൽ ലൈൻ ഓക്കെ, സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് വെയിനിലേക്ക് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ. നമ്മളിപ്പോ ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നത് മെഡിസിനൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിപ്പ് ഇട്ട് കൊടുക്കും. അതെന്താണ്? വലിയ വെയിൻ നോക്കി ലാർജ് വെയിനിലേക്കാണ് എന്ത് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്നത് അല്ലെ. ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ലാർജ് വെയിനിലേക്ക് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. ഓക്കെ, അപ്പോ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് സംഭവിക്കാം. അതിന്റെ റേറ്റ്, അതിന്റെ ഫോർമുലയാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീംസ് ഇൻഫെക്ഷൻ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻ 2000. ഓക്കെ, എന്താണ് സെൻട്രൽ ലൈൻ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീംസ് ഇൻഫെക്ഷൻസ് ഇൻ എ മന്ത്. ആ മന്തില് നമ്മളിങ്ങനെ സെൻട്രൽ ലൈൻ പ്ലേസ് ചെയ്തപ്പോ എത്ര പേർക്ക് ഇങ്ങനെയുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് അത് യൂസ് ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. എല്ലാവർക്കും വരണമെന്നില്ല, ചിലവർക്ക് അല്ലേ അങ്ങനെ വരുന്നത്. അപ്പോ എത്ര പേർക്ക് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതേ ഇൻറ്റു 100 അല്ല 1000 പേഷ്യന്റ് ഡേയ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ 1000 കൊടുക്കും. മനസ്സിലായോ? അപ്പോ എന്താ പറയുന്നത്, ഇങ്ങനെ ലാർജ് വെയിനിലോട്ട് നമ്മള് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ച് പേർക്ക് ഇൻഫെക്ഷൻസ് സംഭവിക്കാം അല്ലെ. അവരുടെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ലൈൻ പ്ലേസ് ചെയ്തപ്പോൾ എത്ര പേർക്കാണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് സംഭവിച്ചത്, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതെ അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 1000. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. അതറിയാൻ പറ്റുമല്ലോ. എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്തായിരിക്കും? ഓപ്പറേഷൻ കഴിഞ്ഞ സ്ഥലത്ത് അല്ലെ, സർജറിയുമായിട്ട് ബന്ധപ്പെട്ട മുറിവില് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഫോർമുലയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ given month divided by number of surgeries performed in that month into 100. എത്ര പേർക്ക് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേര് സർജറി ചെയ്തിട്ടുണ്ട് ആ മാസത്തില്, എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് സംഭവിച്ചു, അതിന്റെ റേറ്റ് എന്താണ്? നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ given a month അല്ലെ, given month, ആ മന്തില് എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടായി, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് ആ മന്തില് സർജറി ചെയ്തിട്ടുണ്ട്, അവരുടെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. ഓക്കെ, എത്ര പേര് ആ മന്തില് ആ മാസത്തില് സർജറി ചെയ്തു, അതിൽ എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടായി, ഓക്കെ ഇൻറ്റു 100. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ. 15ഉം 16ഉം വായിക്കാം കേട്ടോ. ആ പേജില് 14th വൺ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് മാർക്ക് ചെയ്ത് വെക്കാം. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. അതുപോലെ 16th വൺ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്.
14 16 മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നോക്കാം. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഇവിടെ എന്താണ് കംപ്ലൈൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തായിരിക്കാം കംപ്ലൈൻസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം മീനിങ്? കംപ്ലൈൻസ് എന്തായിരിക്കാം, പറയാൻ പറ്റുമോ മീനിങ്? പാലിക്കുക അല്ലെ? വെരി ഗുഡ്. ഓക്കെ, പാലിക്കുക. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് പാലിക്കുന്നത്. ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ റേറ്റ് അല്ലെ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഡയഗ്നോസ്റ്റിക് ഏരിയയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് എന്ത് ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ റേറ്റ്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല നോക്കിയേ. Total number of hand hygiene actions performed divided by total number of hand hygiene opportunities into 100. എന്താ ഇവിടെ പറയുന്നത്? Total number of hand hygiene actions performed. Hand hygiene actions ആ പ്രവർത്തനങ്ങൾ പാലിക്കുന്നവരുടെ ടോട്ടൽ എണ്ണം അല്ലെ? ഹാൻഡ് ഹൈജീൻ ആക്ഷൻസിന്റെ ആ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ എണ്ണം. ആൻഡ് ഹൈജീൻ ആക്ഷൻസ് അതിന്റെ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. ഹാൻഡ് ഹൈജീൻ നടത്താനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവസരങ്ങൾ അല്ലെ? അവസരങ്ങളുടെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. കിട്ടിയോ? എന്താണ് പറഞ്ഞത്? ഹാൻഡ് ഹൈജീൻ ആക്ഷൻ ആ പ്രവർത്തനങ്ങളുടെ ആക്ഷന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളുടെ എണ്ണം ഇൻറ്റു 100. ഇനി നെക്സ്റ്റ് നോക്കാം. പെർസെന്റേജ് ഓഫ് കേസസ് who received appropriate prophylactic antibiotics within a specified time frame. ഇവിടെ പറയുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ എത്ര പേഷ്യൻസ് സർജറി കഴിഞ്ഞ് രോഗനിവാരണം, പ്രോഫിലാക്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു. അത്തരത്തിലുള്ള കേസുകളുടെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് സർജറി കഴിഞ്ഞ് രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് എടുത്തിട്ടുള്ള പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ, ആ റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി അതിന്റെ ഫോർമുല നമുക്ക് നോക്കാം. Number of patients who did receive appropriate prophylactics antibiotics
divided by number of patients who underwent surgeries in the OT into 100. Number of patients who did receive appropriate prophylactics antibiotics അല്ലെ രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Number of patients who did receive appropriate prophylactic antibiotics. അല്ല നിവാരണം ഉണ്ടോ? ഓക്കെ, അപ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് പേഷ്യൻസ് who did receive appropriate prophylactic antibiotics. രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്താണ് നമ്പർ ഓഫ് പേഷ്യൻസ് who underwent surgeries in the OT. എന്താണ് ഓപ്പറേഷൻ തിയേറ്ററില് സർജറിക്ക് വിധേയമായ പേഷ്യൻസിന്റെ ആകെ എണ്ണം. ഓപ്പറേഷൻ തിയേറ്ററില് എത്ര പേര് സർജറിക്ക് വിധേയമായിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേര് രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു, അവരുടെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? രോഗനിവാരണത്തിനായിട്ട് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ഓപ്പറേഷൻ തിയേറ്ററില് സർജറിക്ക് വിധേയമായവരുടെ ആ പേഷ്യൻസിന്റെ ആകെ എണ്ണം into 100. ക്ലിയർ ആണോ? രണ്ട് ഫോർമുലാസ് ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയിപ്പോ നമ്മൾ എടുത്തതില് 17th ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഇന്നെടുത്ത ഫോർമുലാസിൽ ആദ്യം മുതൽ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് തുടങ്ങിയ ആരെങ്കിലും അടയാളപ്പെടുത്താത്തതുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല ഒന്നുകൂടി മിസ് പറയാം. ഫസ്റ്റ് തൊട്ട് ഫസ്റ്റ് വൺ ഒന്ന് the time taken for initial assessment. അതുപോലെ നാലാമത്തെ മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഏഴാമത്തെ percentage of unplanned return to OT. 9th one percentage of transfusion reaction. 10th one standardized mortality ratio for ICU. അതുപോലെ 14th one ventilator associated pneumonia rate. 16th one surgical site infection rate. 17th one hand hygiene complaints rate. Okay. അപ്പൊ നമ്മൾ എടുത്തത് 18 വരെയാണ് നമ്മൾ എടുത്തത്. ക്ലിയർ അല്ലേ? ഇത്രയും വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും വരെ എടുത്ത് നിർത്താം. കൂടുതൽ ഫോർമുലകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അല്ലെ? ഇതിനെ കാണുമ്പോ നിങ്ങൾക്ക് ബോറടിയാണോ? ഫോർമുലാസ് എന്ത് ചെയ്യാൻ പറ്റുന്ന 32 പഠിക്കാനുണ്ടല്ലേ?
12 പഠിച്ചേ പറ്റുള്ളൂ. 12 പഠിക്കണ്ട, അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് പറഞ്ഞു തരുന്നത് മാത്രം ഒന്ന് സ്ട്രെസ് കൊടുത്ത് പഠിച്ചാൽ മതി. ഓക്കെ, എല്ലാം പഠിക്കണ്ട, എല്ലാം പഠിക്കണ്ട കേട്ടോ. മിസ് പറഞ്ഞത് മാത്രം ഒന്ന് പഠിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് എന്റെ ഉള്ളത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇമ്പോർട്ടന്റ് ഒന്നുകൂടി പറയണം. ഓക്കെ, ഫസ്റ്റ് തുടങ്ങി ഒന്നുകൂടി മിസ് പറയാം. ഒന്ന്, the time taken for initial assessment. നാലാമത്തേത് കേട്ടോ. ഇനി അടുത്തത് നാലാമത്തെയാണ് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. 1, 4, 7 പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT 7. അതുപോലെ 9 പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് 10th, 10ാമത്തെ സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. 14 വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. 16 സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്.